തിരുവനന്തപുരം മണ്ണന്തലയിൽ യുവതിയെ അടിച്ചു കൊന്നിരിക്കുന്നു. പോത്തൻകോട് സ്വദേശിനി ഷഹീനയാണ് കൊല്ലപ്പെടുത്തിയത് മറ്റാരുമല്ല, സഹോദരനാണ്. സഹോദരൻ ഷംസാദിനെയും സുഹൃത്ത് വിശാഖിനെയും മണ്ണന്തല പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. രാഹുൽ ജിനാഥ് വിവരങ്ങൾ നൽകും. രാഹുൽ, ഞെട്ടിക്കുന്ന ഒരു കൊലപാതക വാർത്തയാണ്. സഹോദരനാണ് സഹോദരിയെ അടിച്ചു കൊന്നിരിക്കുന്നത്. കൂടെ ഇപ്പോൾ സുഹൃത്തും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തിന്റെ പേരിലായിരുന്നു ഈ അരും കൊല? എന്തായിരുന്നു പ്രശ്നം? എപ്പോഴാണ്? അക്ഷയ, എന്തായാലും ആ ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ കൊലപാതകം നടത്തിയെന്നുള്ള ചോദ്യം തന്നെയാണ് ബാക്കി നിൽക്കുന്നത്. കാരണം ആദ്യ ഘട്ടത്തിൽ തന്നെ സഹോദരൻ താൻ തന്നെയാണ് സഹോദരിയെ മർദ്ദിച്ചു കൊന്നത് എന്ന രീതിയിൽ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. എന്തായാലും ഇത് ഈ കാണുന്ന അപ്പാർട്ട്മെൻറ്റ്, ഇത് ഇവിടെയാണ്, മണ്ണന്തലയിലുള്ള അപ്പാർട്ട്മെൻറ്റാണ്. അവർ 2ാം നിലയിൽ 2B എന്ന ഫ്ലാറ്റിലാണ് ഈ കൊലപാതകം അരങ്ങേറുന്നത്. എന്തായാലും ഇവിടെ 14-ാം തീയതി, ജൂൺ 14-ാം തീയതിയാണ് ഈ ദന്തചികിത്സയുമായി ബന്ധപ്പെട്ട് ഇവർ ഈ റൂം വാടകയ്ക്ക് എടുക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, അതായത് ഇവർ ഈ ദന്തചികിത്സയുമായി ഇവിടെ ബന്ധപ്പെട്ട് റൂം എടുക്കുമ്പോൾ ഇവരുടെ സ്വദേശം പോത്തൻകോടാണ്. അവിടെ നിന്ന് മണ്ണന്തലയിൽ എന്തിന് മുറിയെടുത്തു എന്നുള്ള ചോദ്യമുണ്ട്. അവിടെ ഇത്തരത്തിൽ ദന്തചികിത്സയ്ക്കായി ഇവിടെ മുറിയെടുക്കുമ്പോൾ 4 പേരുണ്ടായിരുന്നു. സഹോദരനും സഹോദരിയും, സഹോദരൻ ഷംഷാദ്, സഹോദരി ഷഹീന, അപ്പം മാതാപിതാക്കൾ. ഇവരെത്തിയ ശേഷം ഈ 14-ാം തീയതി മുതൽ ഇവർ ആശുപത്രിയിൽ പോവുകയും തിരികെ വരികയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി പോലീസിന് മുന്നിലുള്ള ആദ്യ ചോദ്യം അതാണ്, ഇവർ ചികിത്സയ്ക്ക് തന്നെയാണോ പോയത്? കാരണം ഇത്ര അടുത്ത് വീടുണ്ടായിട്ടും അല്ലെങ്കിൽ ഈ സമീപ പ്രദേശത്ത് വീടുണ്ടായിട്ടും എന്തിനു വേണ്ടി ഇവർ എടുത്തു എന്നുള്ള ചോദ്യമുണ്ട്. എന്നാലും ഇന്നത്തെ സംഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇന്ന് ഉച്ചയോടുകൂടി ഷംഷാദിൻ്റെ ഒരു സുഹൃത്ത് ഫ്ലാറ്റിലേക്ക് എത്തുന്നു. ഇരുവരും ഫ്ലാറ്റിൽ നിന്ന് മദ്യപിക്കുന്നു. അതിനിടയിലാണ് മാതാപിതാക്കൾക്ക് സഹോദരിയുടെ ഒരു ഫോൺ കോൾ എത്തുന്നു. ഷഹീനയുടെ കോൾ എത്തുന്നു. ആ കോളിൽ പറയുന്നത്, ഞാൻ സഹോദരനുമായി വലിയ തർക്കമുണ്ടായി എന്ന തരത്തിൽ പറയുന്നു. പെട്ടെന്ന് തിരികെ വരണമെന്ന് മാതാപിതാക്കളോട് ആവശ്യപ്പെടുന്നു. വൈകിട്ട് 5:30 മണിക്ക് മാതാപിതാക്കൾ തിരിച്ചെത്തുമ്പോഴാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഫ്ലാറ്റിൽ 2B എന്ന ഫ്ലാറ്റിനുള്ളിൽ ഷഹീന രക്തത്തിൽ കുളിച്ച് കിടക്കുന്നത്. ആ ഘട്ടത്തിൽ മുറിയിൽ നോക്കിയപ്പോൾ സഹോദരൻ ഷംഷാദ് ഉണ്ടായിരുന്നു. ഷംഷാദ് മദ്യലഹരിയിലായിരുന്നു. പോലീസിനെ വിളിക്കാം, ആംബുലൻസിനെ വിളിക്കാം എന്ന് മാതാപിതാക്കൾ പറയുമ്പോൾ അതൊന്നും ചെയ്യാൻ അനുവദിക്കില്ല എന്ന തരത്തിൽ ഷംഷാദ് നിലപാടെടുക്കുന്നു. അവരെ തടയുന്നു. അപ്പോഴാണ് മാതാപിതാക്കൾ റോഡിലേക്ക് ഓടി ഇറങ്ങി ഈ ബൈക്ക് പെട്രോളിംഗ് ഉണ്ടായിരുന്ന പോലീസിനെയും ആംബുലൻസിനെയൊക്കെ വിളിച്ച് കാര്യം അറിയിക്കുന്നു. ആ ഘട്ടത്തിൽ തന്നെ മരണം സംഭവിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത്. എന്തായാലും പോലീസ് ചോദ്യം ചെയ്ത ആദ്യഘട്ടത്തിൽ തന്നെ സഹോദരൻ ഷംഷാദ് ഇത്തരത്തിൽ താനാണ് സഹോദരിയെ കൊന്നത് എന്ന കുറ്റസമ്മതം നടത്തുന്നുണ്ട്. കാരണം ചോദിച്ചപ്പോൾ തർക്കമുണ്ടായെന്ന് മാത്രമാണ് പറഞ്ഞത്. ഈ പ്രകോപനമായത് എന്താണെന്ന് പറയുന്നില്ല. എന്തായാലും മാതാപിതാക്കൾ തിരിച്ചെത്തുമ്പോൾ സഹോദരനൊപ്പം സുഹൃത്ത് ചെമ്പഴന്തി സ്വദേശി വിശാഖ് എന്ന സുഹൃത്ത്, നേരത്തെ സൂചിപ്പിച്ച സുഹൃത്തും ഉണ്ടായിരുന്നു. ഇരുവരും മദ്യപിച്ചിരുന്നു. ഈ മാതാപിതാക്കൾ എത്തുമ്പോൾ സഹോദരൻ ഷംഷാദ് മദ്യലഹരിയിലായിരുന്നു എന്ന് പറയുന്നു. അതായത് പോലീസ് ഇവിടെ എത്തുമ്പോൾ സഹോദരൻ മദ്യപിച്ച് ലക്ക് കേട്ട് ഷംഷാദ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഷംഷാദിൻ്റെ സുഹൃത്തും ഉണ്ടായിരുന്നു. രണ്ടുപേരെയും ഇവിടെ വെച്ച് തന്നെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. മാതാപിതാക്കളും ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ഈ തങ്ങളുടെ മകൻ, അതായത് ഈ മരണപ്പെട്ട ഷഹീനയുടെ സഹോദരൻ പോലീസിനെ വിളിക്കാൻ അനുവദിച്ചില്ല എന്ന തരത്തിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ചോദ്യം ചെയ്യൽ തന്നെ കുറ്റം സംബന്ധിച്ച് അറസ്റ്റ് ചെയ്തു. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, എന്തിനിവർ ഇവിടെ മുറിയെടുത്തു? മറ്റൊന്ന്, എന്ത് കാരണത്താലാണ് കൊലപാതകം നടന്നത്? മൂന്നാമത്തെ ചോദ്യമായി നിൽക്കുന്നത് വിശാഖ്, ഈ ചെമ്പഴന്തി സ്വദേശി വിശാഖിന് എന്തായിരുന്നു ഇവരുമായുള്ള ബന്ധം? ഷംഷാദിന്റെ സുഹൃത്ത് മാത്രമാണോ, അതോ ഈ കൊലപാതകത്തിന് മറ്റെന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ള ചോദ്യമാണ് നിലനിൽക്കുന്നത്. ഈ 3 ചോദ്യങ്ങളാണ് പോലീസിന്. ബാക്കിയുള്ള ആളുകളൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ പങ്കുവെക്കുന്നുണ്ടോ ഇവരെ പറ്റി? ചികിത്സയ്ക്കായിട്ട് വന്ന് ഇവിടെ റൂം എടുത്താണെന്ന് പറയുന്നു. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയുമോ ഇവരെ പറ്റി? അത് തന്നെയാണ്. അതായത് ഇവിടെ ഈ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്ന ആളുകളാണ് ഇവിടെയുള്ളത്. കാരണം അഭിഭാഷകരാണ്, അതുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവർ തർക്കമുണ്ടാക്കുന്നു പറയുമ്പോൾ ഒരു പക്ഷേ 14-ാം തീയതി ആയതുകൊണ്ട് തന്നെ ഈ വന്ന് വാടകയ്ക്കെടുത്ത് മടങ്ങുന്ന ഒരു രീതിയാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ ഈ പറയുന്നത് പോലെ അങ്ങനെ വന്ന് മടങ്ങുന്ന ആളുകളാണുള്ളത്. അതുകൊണ്ട് ഇവർക്ക് പരസ്പരം പരിചയമില്ല. അതുമല്ല, ഈ തർക്കമുണ്ടായെന്ന് പറയുന്ന ഘട്ടത്തിൽ ഈ പറയുന്ന പോലെ ബഹളമോ കാര്യങ്ങളോ ഒന്നും കേട്ടിട്ടില്ല. എന്തായാലും ഈ പറയുന്നത് പോലെ ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായി പറയാൻ സാധിക്കും. ഇവിടെ ആദ്യം എത്തിയത് നമ്മളെ പ്രാദേശിക ലേഖകനാണ്.
എന്താണ് നമുക്ക് ആദ്യം വന്നപ്പോൾ കാണാൻ കഴിയും? അല്ല, വന്നപ്പോൾ പോലീസ് നിൽക്കുന്നു. നമുക്ക് കിട്ടിയ വിവരമനുസരിച്ച് 14-ാം തീയതി ഈ അപ്പാർട്ട്മെന്റ് എടുക്കുന്നു. അപ്പാർട്ട്മെന്റ് എടുത്തതിന് ശേഷം സഹോദരനും സഹോദരി എടുക്കുന്നത് ജ്യേഷ്ഠ സഹോദരനാണ്. അയാളെ പല്ലിയിൽ കമ്പി ഇടുന്നതിന് വേണ്ടി ഈ വട്ടപ്പാറയുള്ള ഒരു മെഡിക്കൽ കോളേജ്, സ്വകാര്യ കോളേജിൽ പല്ലിയിടുന്നതിന് വേണ്ടി എടുത്തെന്നാണ് പറഞ്ഞത്. ഇവർ സ്വാഭാവികം ഈ പോത്തൻകോട് പന്തലക്കോട് സ്വദേശിയാണ്. പന്തലക്കോട് സ്വദേശികൾ എന്തുകൊണ്ട് ഇവിടെ വാടകയ്ക്ക് എടുത്തു എന്നുള്ളത്, കാരണം ഇവിടത്തെക്കാട്ടി അവർ പറഞ്ഞൊരു കാര്യം പോകുവാൻ എളുപ്പം, യാത്രയ്ക്ക് എളുപ്പമെന്നാണ്. പക്ഷേ ഇതിൽ നിന്ന് യാത്രയ്ക്ക് എളുപ്പമാണ് അവർ താമസിച്ചിരുന്ന അഡ്രസ്സിലുള്ള സ്ഥലത്തുനിന്ന് പോകാൻ വേണ്ടിയിട്ട്. PMS ദന്ത കോളേജ് എന്ന് പറഞ്ഞാൽ ദന്തൽ കോളേജിൽ പല്ലിയിൽ കമ്പി ഇടുന്നതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പക്ഷേ എന്തുകൊണ്ട് 14-ാം തീയതി ഒരു ദിവസത്തേക്ക് എടുത്തു, പിന്നീട് വീണ്ടും ആ റൂം റെന്റ് എടുത്ത് എക്സ്റ്റെൻഡ് ചെയ്യുകയായിരുന്നു. പിന്നീട് ഇവർ ഇന്ന് ഉച്ചയ്ക്കത്തെ അവസ്ഥ, ഇന്ന് ഉച്ചയ്ക്ക് 2:30 നമുക്ക് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ 2:30 സുഹൃത്ത് വിശാഖ് ഇവിടെ എത്തുന്നു. പിന്നീട് വൈകിട്ട് 5:30 മാതാപിതാക്കൾ, ഈ കുട്ടിയുടെ മാതാപിതാക്കൾ എത്തിയപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. കട്ടിലിന് താഴെ ബോഡി കിടക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് പോലീസിനെ അറിയിച്ചു. പോലീസ് വന്ന് മെഡിക്കൽ കോളേജിൽ മാറ്റി. ഈ രണ്ടുപേരും തൊട്ടിപ്പുറത്തെ റൂമിൽ 2 റൂമായിരുന്നു ഈ അപ്പാർട്ട്മെന്റിൽ, 2 റൂമിലും ഉണ്ടായിരുന്നു. ആ 2 പേരെയും കസ്റ്റഡി എടുത്തു. മർദ്ദനത്തിന്റെ പാടുകൾ ശരീര സ്വാഭാവികമായിട്ടുണ്ട്. പോലീസ് അങ്ങനെ തന്നെയാണ് കരുതുന്നത്. പോലീസ് തന്നെ സഹോദരൻ കുറ്റസമ്മതം നടത്തിയില്ലേ പോലീസിനോട് പറഞ്ഞത് അടിച്ചു എന്ന് പറയുന്നുണ്ട്. മരണപ്പെട്ടു എന്നുള്ള വിവരം അറിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. ഏതായാലും ഇപ്പോൾ കുട്ടി മരിച്ചിരിക്കുന്നു. ബോഡി പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിൽ മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ 2 പേരെയും കസ്റ്റഡി എടുക്കുമ്പോഴും ചോദിക്കുന്ന ചോദ്യം, എന്തിന് ഇവർ തൊട്ടടുത്ത് ഉള്ള സ്ഥലത്ത് റൂം എടുത്തു, അതിനും നേരത്തെ എത്താവുന്ന ഒരു സ്ഥലത്ത് നിന്ന് എന്തുകൊണ്ട് ഇവിടെ വന്നു എന്നൊക്കെ പോലീസിനെ കുഴക്കുന്നുണ്ട്. വിശാഖിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ എന്താണ് അറിയാൻ കഴിയുന്നത്? വിശാഖ് ഇവരുടെ സുഹൃത്താണെന്ന് പറയുന്നുണ്ട്. ഈ കേസിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും നോക്കണം. പക്ഷേ 2:30 ഇവിടെ എത്തി. നേരത്തെയും വിശാഖ് എത്തിയതായിട്ട് ഈ വീടിന്റെ അപ്പാർട്ട്മെന്റ് ഉടമ പറയുന്നുണ്ട്. നേരത്തെ ഇന്നലെയും എത്തിയിരുന്നു, മിനിയാന്നും എത്തിയിരുന്നു. അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും ഇത് ഡെയിലി വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു ഫ്ലാറ്റാണ്. ID പ്രൂഫായിട്ട് ആധാറും മറ്റും മാത്രമേ വാങ്ങുന്നുള്ളൂ. അപ്പം ഈ ആധാർ ഒക്കെ പോത്തൻകോട് പന്തലക്കോട് അഡ്രസ്സാണ്. സഹോദരനും സഹോദരിയാണെന്ന് ആധാറിൽ വ്യക്തമാണ്. ഇവർ മാതാപിതാക്കളെ പേരൊക്കെ ഒരേപോലെയാണ്. അതുകൊണ്ടാണ് കൂടുതൽ ഡീറ്റെയിൽ വാങ്ങാതെ തന്നെ ഇത് കൊടുത്തു എന്നാണ് ഉടമ നമ്മോട് പറയുന്നത്. അപ്പോൾ അത് തന്നെയാണ് ആ പ്രധാനപ്പെട്ട സംശയം തന്നെയാണ്. എന്തുകൊണ്ട് ഇവിടെ റൂം ബുക്ക് ചെയ്തു, എങ്ങനെ കൊലപാതകമുണ്ടായി, ഈ സുഹൃത്ത് എന്ന് പറയുന്ന വ്യക്തിക്ക് ഇതിൽ എന്ത് പങ്കുണ്ട്? ഈ 3 ചോദ്യങ്ങളാണ് ബാക്കി നിൽക്കുന്നത്. അക്ഷയ, രാഹുൽ ജി നാഥാണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും ഈ കൊലപാതകം നടന്നു. കൊലയാളി ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. കൊലയാളിയും കൂട്ടാളിയും പോലീസ് കസ്റ്റഡിയിലുണ്ട്. അതിനപ്പുറത്തേക്കുള്ള വിവരങ്ങളൊന്നും ഇതുവരെയും പുറം ലോകം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. സഹോദരനാണ് സഹോദരിയെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. എന്തിന്റെ പേരിലാണ് കൊലപാതകം എന്നുള്ളത് ഇപ്പോഴും അവ്യക്തമായി തന്നെ തുടരുകയാണ്. ചികിത്സയ്ക്കായി വേണ്ടി തന്നെയാണ് മണ്ണന്തലയിൽ സ്വദേശികളായിട്ടുള്ള ഇവർ, പോത്തൻകോട് സ്വദേശികളായിട്ടുള്ള ഇവർ ഈ സ്ഥലത്ത് വീട് വാടകയ്ക്കെടുക്കുന്നത്, ഫ്ളാറ്റിൽ വാടകയ്ക്കെടുത്ത് അവിടെ താമസിക്കുകയായിരുന്നു. അതിനിടയിൽ ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ഈ കൊലപാതകം ഉണ്ടാകുന്നത്. മാതാപിതാക്കളെ കൊല്ലപ്പെട്ട ഷഹീന തന്നെയാണ് കാര്യങ്ങൾ വിളിച്ചാദ്യം അറിയിക്കുന്നു. തർക്കമാണെന്ന് അറിയിക്കുന്നു. തിരികെ മാതാപിതാക്കൾ എത്തുമ്പോഴേക്കും ഈ കൊലപാതകം നടന്നിരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. രാഹുൽ ജി നാഥ് തുടരുന്നുണ്ട്. രാഹുൽ, ഇപ്പോൾ പോലീസിന്റെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ അതൊക്കെ പൂർണ്ണമായിട്ടുണ്ടോ? അക്ഷയ, ഇൻക്വസ്റ്റ് നടപടി പൂർണ്ണമായി മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാരണം ഇത് 5:30 മണിയോടുകൂടി 6 മണിയോടുകൂടി പോലീസ് അറിയുന്നുണ്ട്. അതിനുശേഷം ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കി മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും മുറി സീൽ ചെയ്തിരിക്കുകയാണ്. കാരണം ഈ മർദ്ദനത്തിൽ തലയിടിച്ച് വീണ് പരിക്കേറ്റതാണോ, ഇനി ഏതെങ്കിലും ഉപകരണം കൊണ്ട് മർദ്ദിച്ചതാണോ എന്നുള്ള സംശയങ്ങളുണ്ട്. കാരണം അത്രമാത്രം ആഴത്തിലുള്ള മുറിവുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തണം. ഇനി സഹോദരനുമായി എത്തി, അത് ശംഷാദുമായി എത്ര വയസ്സ് പ്രായമുള്ള ആളുകളാണ് ഇവര്? വിവാഹിതരാണോ? ആ തരത്തിലുള്ള വിവരങ്ങളൊക്കെ എങ്ങനെയാണ്? അക്ഷയ, 33 വയസ്സുകാരിയാണ് ഷഹീന. ഷഹീനയുടെ മൂത്ത ജ്യേഷ്ഠനാണ് ഷംഷാദ്. ഈ ഷഹീന 6 മാസമായി കുടുംബത്തോടൊപ്പം താമസിക്കുകയാണ്. വിവാഹബന്ധം വേർപെടുത്തി കുടുംബത്തോട് താമസിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഷഹീന കുറച്ച് നാളുകളായി ഇപ്പോൾ കുടുംബത്തോടൊപ്പം ഉണ്ട്. 6 മാസമായി. സഹോദരൻ്റെ, ഈ പറയുന്ന സഹോദരൻ്റെ ദന്ത ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നു എന്നാണ് ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉടമയുൾപ്പെടെയുള്ളവർ പറഞ്ഞത്. അവർക്ക് അതിൽ കൂടുതൽ വിവരങ്ങൾ അറിയില്ല. കാരണം കൃത്യമായി ഈ നേരത്തെ നമ്മുടെ പ്രാദേശിക ലേഖനം സൂചിപ്പിച്ചതുപോലെ രേഖകൾ നൽകി, ഈ തിരിച്ചറിയൽ രേഖകൾ നൽകി ആണ് അവർ മുറിയെടുത്തിട്ടുള്ളത്. പക്ഷേ ഈ ആശുപത്രി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഉടമയായിക്കോട്ടെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചില്ല. പക്ഷേ ഈ സംഭവം ഉണ്ടായ ശേഷമാണ് അവരുടെ വീട്ടിൽ നിന്ന് തന്നെ പോകാൻ കഴിയുന്ന ഒരു ആശുപത്രി ഉള്ള ഇടത്തേക്ക് തലസ്ഥാനത്തെ നാടിനെ നടുക്കുന്ന അരും കൊലയാണ് ഇപ്പോൾ മണ്ണന്തലയിൽ ഉണ്ടായിരിക്കുന്നത്.